യെസ്, അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും മുന്നണി സമവാക്യങ്ങളൊക്കെ മാറിമറിഞ്ഞേക്കാം. അങ്ങനെ ഒരു സാധ്യത പറയുന്നത് മറ്റാരുമല്ല, ജി സുധാകരനാണ്. നോക്കാം പഞ്ച് ഡയലോഗ്. ബി.ജെ.പിയുടെ വളർച്ചയെ ആശ്രയിച്ചായിരിക്കും കേരളത്തിൽ CPIM കോൺഗ്രസ് സഖ്യമെന്നാണ് സുധാകരൻ പറയുന്നത്. ഭാവിയിൽ കേരള രാഷ്ട്രീയം എങ്ങനെ വളരും എന്ന് പറയാൻ കഴിയില്ല എന്ന് കൂടി അദ്ദേഹം ചേർത്ത് വെച്ചു. കേരളത്തിൽ രണ്ട് മുന്നണികളും തമ്മിലുള്ള ഫൈറ്റാണ്. അത് ആയുഷ്കാലം എങ്ങനെ ആയിരിക്കുമെന്നോ അല്ലെന്നൊക്കെ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഒന്നും പറയാനില്ല. രാഷ്ട്രീയ സാഹചര്യം പോലിരിക്കും. ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ച പോലിനനുസരിച്ചിരിക്കും. അത് രാഷ്ട്രീയമായി മുന്നോട്ടൂടെ കാണണം. ബി.ജെ.പി 25% വോട്ട് പിടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. കാരണം 21 വരെ കിട്ടി ഒരു തവണ. 15% ആവറേജ് കിട്ടി. അപ്പൊ എങ്ങനെയാണ് നാളെ കേരള രാഷ്ട്രീയം ഭാവി വളരുന്നത് പറയാൻ പറ്റില്ല. അതനുസരിച്ച് അടവുകൾ വീണ്ടും വീണ്ടും മാറ്റം വരാം. ഇതൊക്കെ മനസ്സിലാക്കാത്തവർക്ക് ഒരു പാർട്ടിയുടെയും വിശ്വസ്തരായ പോരാളിയാവാൻ പറ്റില്ല. അടവുകളും തന്ത്രങ്ങളും ഉണ്ട്. തന്ത്രമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലക്ഷ്യമാണ്. ഇന്ത്യയിൽ വർഗീയാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു പാർട്ടി അധികാരം കൈയാളുമ്പോൾ അവരെ പരാജയപ്പെടുത്തേണ്ടിടത്ത്, കൂട്ടായി നിൽക്കേണ്ടിടത്തെല്ലാം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷക്കാരും ഇവിടെ തന്നെ ആവശ്യമില്ല. CPM മുന്നണിക്ക് തന്നെ പരാജയപ്പെടുത്താം. ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ UDF മുന്നണിയാണ് വരിക. അതുകൊണ്ട് ഇവിടെ പരസ്പരം ഏറ്റുമുട്ടണം. പക്ഷേ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ കാലുഷ്യം പാടില്ല, അശ്ലീലം പറയാൻ പാടില്ല, തന്തയ്ക്ക് വിളിക്കാൻ പാടില്ല. തന്തയ്ക്ക് വരെ വിളിക്കുക. കാരണം ആർക്കറിയാം